ചേട്ടാ, എനിക്ക് ഇത്തിരി വെള്ളം വേണമായിരുന്നു. എന്താ വെള്ളം ഇന്ന്? ചേട്ടാ, ഞാൻ കുളിച്ചു കഴിഞ്ഞു. വരുന്നു. കുളി കഴിഞ്ഞു. ഇതെല്ലാം കൂടെ പുറമോട്ട് ഞൊറിഞ്ഞു കുത്തി റെഡിയാക്കി അങ്ങോട്ട് അങ്ങട. സെറ്റായില്ലേ? അയക്കി അങ്ങോട്ട്. ഇനി ഒരു പൊട്ടുകൂടെ തൊട്ട സുന്ദരി കുട്ടിയാകും. ഓക്കെ ആയില്ലേ? അയ്യോ, ഒന്ന് മറന്നു. എന്തുവാ? സുന്ദരം തൊട്ടില്ല. ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കേ, എനിക്ക് ഇത്തിരി പണിയുണ്ട് കേട്ടോ. ചേട്ടാ, എനിക്ക് ഇത്തിരി വെള്ളം വേണമായിരുന്നു. എന്താ വെള്ളം ഇന്ന്? ഞാൻ പോട്ടെ, അടുപ്പേ മീൻ കിടക്കുന്നു. ചേട്ടാ, എനിക്ക് ആ ചുമന്ന നൂലൊന്ന് എടുത്തു തരുവോ? എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കരുതേ. പക്ഷെ ഇതിനകത്തെങ്കിലും ചുമന്ന നൂലൊന്നും ഇല്ല. ഇത് വേണ്ടേ? ഇത് മതിയോ? അത് മതി ചേട്ടാ. ഇത് മതി, ഇത് മതി. ഇത് ഏകദേശം ചുമന്നത് പോലെ. റോസായത് അത് മതി. ഇതുണ്ട്. ഇത് മതിയോ? ഞാനിങ്ങനെ സുഖിച്ചിരുന്നിട്ട് ചേട്ടനെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക. എന്നെ കൊല്ലാൻ തോന്നുന്നില്ലേ? കൊല്ലാൻ തോന്നുന്നുണ്ട്. കൊല്ലട്ടെ. കൊച്ച കൊഞ്ചാതെ മര്യാദയ്ക്ക് അവിടെ ഇരിക്കേ. എനിക്ക് ഒരുപാട് പണി കിടപ്പുണ്ട്. എന്നാ ചെയ്യ, പെട്ടെന്നാട്ട്. എനിക്ക് വിശക്കുന്നു. എന്റെ എന്നെ ഇങ്ങോട്ട് കഷ്ടപ്പെടുത്താൻ നിനക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? ഇല്ല, എനിക്ക് ഒരു വിഷമവും ഇല്ല. നീ ഒരു ഭയങ്കരിയാണല്ലോ അടി. ആണോ ചേട്ടാ? ഞാൻ ഭയങ്കരിയാണോ? ചുമ്മാതെ പറഞ്ഞല്ലേ എന്റെ മുത്തേ. നീ ഒരു പാവല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് നിനക്ക് വെച്ചു വിളമ്പി തന്നിട്ട് ജോലിക്ക് പോകുന്നത്. എനിക്കറിയാം, എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. ആ വിഷമമൊക്കെ അങ്ങ് വെച്ചിരുന്നാ മതി. ഒന്നും ഇപ്പൊ പുറത്തോട്ട് എടുക്കണ്ട. ദേ, സമയം 1:30 ബാ, ചോറ് കഴിക്കാം. എല്ലാം എടുത്തു വെച്ചു കഴിക്കാം. എന്തൊക്കെയാ ഇന്ന് വെച്ചേ? നല്ല ഒന്നാന്തര സാമ്പാർ, പിന്നെ വാഴക്കൂമ്പ് തോരൻ, പിന്നെ നല്ല നെയ്മത്തി വറുത്തത്. അടിപൊളി. എന്നാ കഴിക്കാം. എന്നാ പോകാം. ആ മുടിയല്ല ഒരു ക്ലിപ്പ് ഇട്. കഴിക്കും, ഞാൻ വരാം. കഴിക്കും. ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. നല്ല രുചിയായിരുന്നു. ഞാൻ പെട്ടെന്ന് കഴിച്ചു. എനിക്ക് വാഴക്കൂമ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേട്ടാ, ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? വലിയ കാര്യം വല്ലാണോ ചോദിക്കാനുള്ളത്? ചേട്ടൻ എന്നെ മടുത്തില്ലേ? എന്തിന്? ഈ ഇഴജന്തുവിനെയും കൊണ്ട് ചേട്ടൻ എന്തുപകാരം? ബാധ്യതയല്ലാതെ. ഏയ്, എന്താ ഈ പറയുന്നത്? ചിലർക്ക് അങ്ങനെയാ. ചില അസുഖങ്ങൾ വരുമ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെടും,
കേൾവിശക്തി നഷ്ടപ്പെടും, ചിലപ്പോൾ കാലുകൾക്ക് സ്വാധീനം കുറയും. ഇതൊക്കെ നമ്മുടെ കുറ്റം കൊണ്ടാണോ? നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ സ്നേഹിച്ചത് നിന്റെ കാലുകളെയോ കൈകളെയോ നിന്റെ ശരീരത്തിനെയോ അല്ല, നിന്റെ മനസ്സിനെയാണ്. അതെനിക്ക് വേണം. നീ എന്റെ ചങ്കല്ലേ. ആ ചങ്ക് പോയാൽ പിന്നെ ഞാനുണ്ടോ? നീ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. അവിടെ നിന്നോളം മറ്റാർക്കും സ്ഥാനമില്ല. സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ നിൽക്കാൻ ഞാനല്ലാതെ മറ്റാരാണ് നിനക്കുള്ളത്? നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കണ്ണീരിലും കാവലായി ഒപ്പമുണ്ടാവും.